അക്കൗണ്ട് ഞാൻ ഒഴിവാക്കേണ്ടത്. കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും ഇല്ല മാർക്കറ്റിൽ. അതാണ് ഒരു തേർഡ് പാർട്ടി ചെയ്യുന്ന ആക്സസ്. അത് നമ്മൾ ഫുൾ ആക്സസ് അവർക്ക് കൊടുക്കണം. അവർ ചെയ്യണം. അവർക്ക് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ കൊടുക്കണം. മനസ്സിലായി. അതിപ്പോൾ നമ്മളൊരു ക്ലയന്റിന് തന്നെ ഓൾമോസ്റ്റ് കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഇന്നലെ ഒരു ക്ലയന്റ് കണ്ടു ചെയ്താൽ $800 വെറുതെ ലോസ്. കാര്യമൊന്നുമില്ല. നമ്മളെ മുന്നിൽ കൺമുന്നിൽ എന്നൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്. പൈസ നമ്മളതാണ്. കാര്യങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് കോൺഫിഡൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങളെ ക്യാഷ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് നിങ്ങൾ തരികയാണെങ്കിൽ അത് എൻ്റെ ക്യാഷ് അല്ല. അതിലെങ്ങനെയാ 10,000 നഷ്ടം എനിക്ക് റിസ്ക് എൻ്റെ ഇതേ ഞാൻ ഹൈ റിസ്കിലായിരിക്കും ചെയ്യല്. എനിക്ക് റിസ്ക് എൻ്റെ പൈസ അല്ലത്. അതേപോലെ ആ പൈസ നിങ്ങളെ ക്യാഷ് നിങ്ങളെ കയ്യിലാണെങ്കിൽ നിങ്ങളത് ചിന്തിക്കും, ലോസ് എനിക്ക് 100-ൽ കൂടുതൽ പോയിക്കൂടാ. അവിടെ നിങ്ങൾ എത്തുമ്പോൾ കറക്റ്റ് അവിടെ നിന്ന് ഓക്കെ അടുത്തതിലേക്ക് നിങ്ങൾക്കൊരു പ്രോപ്പർ ഇതുണ്ടാവും. റിസ്ക് ഈ പൈസ കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൻ റിസ്ക് കീപ്പ് ചെയ്യൂല ഒരിക്കലും. ഓൻ ലോട്ടറി അടിക്കുന്ന പോലെ അടിച്ചടിച്ചില്ലെങ്കിൽ. അതാണ് അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പേയ്മെന്റുകൾ ഒരുപാട് വൈകി എനിക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കോപ്പി ട്രേഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഞാൻ സ്വന്തം പ്രകാരം ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ്. അടുത്ത ക്രാഷ് വന്നു, അത് കംപ്ലീറ്റ് ആവും. ഞാൻ പറഞ്ഞില്ല, അടുത്ത ക്രാഷ് വന്നു മാർക്കറ്റിൽ. അടുത്ത മാർക്കറ്റ് TP2 ഈ ലൈൻ ഇപ്പോൾ ഇവിടെ എന്തായാലും കംപ്ലീറ്റ് ആവും. അവിടെ എത്തിക്കഴിഞ്ഞാലൊന്ന് വലുതാക്കിയത്. TP2 ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. അവിടെ നിന്ന് ഇത് ബ്രേക്ക് ലൈനിൽ നോക്കാം. TP2 കംപ്ലീറ്റ് ആയത്. അടുത്തത് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെയാണ്. ഇപ്പം $461. 5 മിനിറ്റ് തന്നെയാണ്. അല്ല, നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഒന്ന് നമ്മളൊന്നാക്കിയാൽ ഈ റിസ്ക് വെക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 12 മാസത്തേക്കുള്ള ഒരു പ്രൊസീജിയർ, അതായത് നിങ്ങൾ $100 വെച്ചുകൊണ്ട് ഡെയിലി എത്ര ടാർഗറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ തരും. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? എപ്പോഴാണ്? ഞാൻ അടുത്ത മാസം ലാസ്റ്റ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു മാസം കൊണ്ട് ഫുള്ളി പാക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ കഴിയും. ക്ലാസ് 5 ദിവസം ക്ലാസ് കിട്ടിയാൽ മതി. 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്യാം കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് മതി. 5 ദിവസം കൊണ്ട് ട്രാക്ക് നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ തീർക്കാം കംപ്ലീറ്റ്. 5 ദിവസം കൂടെ ഓഫ്ലൈനിലാണ് ക്ലാസ് വരാം, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം എനിക്ക് ഫിനാൻസിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മതി. ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ ഇത് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. എവിടെയാണ് നമുക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അലൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ റൈസിങ് കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെയാണ്. ഇപ്പോഴൊക്കെ വാലിഡ് തന്നെയാണ്. കാര്യങ്ങളൊക്കെ ബിയറിഷിലേക്കുള്ള വാലിഡ് തന്നെയാണ്. ഇതുവരെ ഒരു റിവേഴ്സൽ പോയിന്റ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു പോയിന്റ് എന്തായാലും എത്തും മാർക്കറ്റ്. TP1 ഈ പോയിന്റിന് എത്താന്ന് വെച്ചാൽ ഇത് സപ്പോർട്ട് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കാതെ പോവില്ല. ഇവിടെ ഈ ഒരു ഏരിയ എത്തിയിട്ട് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് $50 ആണോ നമ്മള് ഇത് കൊടുത്തിട്ടുണ്ടായത്? അല്ല, അതതിന്റെ പോയിന്റിന്റെ ഇത് കാണിക്കുന്നതാണ്. ഇനിയിപ്പോ ഇവിടെ മാർക്കറ്റ് എത്താതെ TP2 മാർക്കറ്റ് എത്താതെ എന്നാവൂല, മേലേക്ക് സപ്പോർട്ടിന് പോവില്ല. അതായത് ഇനി സപ്പോർട്ട് എടുക്കണം. ഒരു ഏരിയയിൽ പോയിട്ട് അടുത്തൊരു സപ്പോർട്ട് കീപ്പ് ചെയ്യണം. ഇതിപ്പോ ആകെ സപ്പോർട്ടൊക്കെ കൈവന്ന് പോയി. ഇനി അടുത്തൊരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കുന്നത് വരെ താഴത്തേക്ക് വരും. സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും താഴെ ഒരു ഹ്യൂജ് ടീം അവിടെ നിന്ന് എൻട്രി ആവണം. അപ്പം മേജർ പോയിന്റ് ഇപ്പൊ ഈ ഏരിയയും ബ്രേക്ക് ആയി. ഇതാണ് ഒരു സപ്പോർട്ടിങ് പോയിന്റ് ഉണ്ടായത്. ആ ഏരിയയും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടിങ് സോണാണ് TP2. ഇതാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടിങ് സോൺ TP2. ഈ ഏരിയ സ്ട്രോങ് അല്ല, ഇത് വീക്കാ. അത് ബ്രേക്ക് ആയി. ഈ പോയിന്റ് ഇത് കണ്ടോ? അപ്പൊ ആ പോയിന്റ് ഒക്കെ ബ്രേക്ക് ആയി. ഈ പോയിന്റ് ആണുള്ളത് അടുത്തത്, അതും ബ്രേക്ക് ആയി. ഇതാണ് സ്ട്രോങ്. ഇവിടെ വരെ TP2 വരെ ഇപ്പൊ ചാൻസ് ഉണ്ട്. അവിടെ വരെ വന്നിട്ട് അതെന്നാവും പിന്നെ ഒരു സപ്പോർട്ട്, പിന്നെ ബൈ അല്ല, പിന്നെ ഇവിടെ അത് സ്റ്റേബിൾ ആവണം. ഈ ഒരു ഏരിയയിൽ അത് സ്റ്റേബിൾ ആവല. പിന്നെയാണ് അടുത്ത എന്താണ് ഇതിലേക്ക് മാർക്കറ്റ് എക്സിറ്റ് വന്നു. സ്പോട്ടിൽ എക്സിറ്റ് ആയിക്കോളാം. എക്സിറ്റ് വന്നു. സ്പോട്ട് അവിടെ നിന്ന് ആയിക്കോളാം, എക്സിറ്റ് ആയിക്കോളാം. മാർക്കറ്റ് അവിടുന്ന് എക്സിറ്റ് ആയിക്കോളാം. ഇനി കൂടുതൽ ഒന്നാക്കണ്ട, അവിടെ എന്തും സംഭവിക്കാം. അവിടെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈസ് ഒക്കെ എക്സിറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. അവര് എക്സിറ്റ് ആയിട്ടുണ്ട്. എക്സിറ്റ് ആയി, അത് അവിടെ കാണില്ല. ഇവിടെ എക്സിറ്റ് വന്നാൽ ഇനി കൂടുതൽ ഹോൾഡ് ചെയ്യണ്ട. ഉള്ള പ്രോഫിറ്റ് എത്രയാണ് അതിൽ അങ്ങോട്ട് എക്സിറ്റ് ആയിക്കോളാം. ഇനി കൂടുതൽ നമുക്ക് ചാർട്ട് നോക്കിയിട്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഉള്ളത് ഇപ്പൊ എൻട്രി എടുത്തു. ഗോൾഡിൽ ഇന്ന് എൻട്രി എടുത്തു. ഇപ്പൊ ഉള്ളത് നമ്മളിപ്പോ ക്രാഷ് വന്നു $168 പ്രോഫിറ്റ്. സ്റ്റിൽ വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ബോക്സ് നോക്കുന്ന സമയത്ത് അടുത്ത ക്രാഷ് വന്നു.
നീ വെയിറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, അടിച്ചിറങ്ങലായി. ക്രാഷ് ഒക്കെ വരികയാണെങ്കിൽ അതിന് ഫൈൻ ലൈവായിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ അതായത് 1 മിനിറ്റ് ആണോ 5 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ടത് 5 മിനിറ്റിലാണ്. അതായത് 5 മിനിറ്റും 15 മിനിറ്റ് ആണ് അലൈൻഡ് ചാർട്ട്. നമ്മൾ 5 മിനിറ്റിൽ എടുക്കുന്ന ഒരാള് 5 മിനിറ്റും 15 മിനിറ്റ് അലൈൻഡ് ആവാം. അതിവിടെ കാണിച്ചു തരും. ഇവിടെ കോൺഫ്ലിക്റ്റ് ആണ്, 15 മിനിറ്റിൽ ബയ്യായിരിക്കും ഉണ്ടാവില്ല. നോക്കുന്ന സമയം കണ്ടോ, 15 മിനിറ്റിൽ കണ്ട ബയ്യ ഇവിടെ എക്സിറ്റ് വന്നിട്ടുണ്ട്. ഇടല്ല ഈ ബൈന്റെ എക്സിറ്റ് ഒക്കെ വന്നു, മരം ഇറങ്ങാൻ തുടങ്ങി. നിങ്ങൾ എൻട്രി എടുക്കുന്നത് 5 മിനിറ്റ്സിലാണ് എടുക്കണം. 5 മിനിറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിൽ എടുക്കേണ്ട ഒരാളാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് 15 മിനിറ്റ് 1 അവർ ഇവിടെ കാണിച്ചു തരും. കണ്ട 15ഉം 1 അവർ നോക്കുന്നവര് അലൈൻഡാണ്. 15 മിനിറ്റിലും 1 അവറിലും ഒരേ ഇതാണ്. 5 മിനിറ്റിൽ എടുക്കുന്ന 15 മിനിറ്റ്സ് അതായത് 5 ഇവിടെ കാണിച്ചു തരും. 5 എടുക്കുന്നവർ നേരെ അടുത്ത ചാർട്ടിൽ അലൈൻഡ് ആവാം. ഇവിടെ ഇപ്പൊ കോൺഫ്ലിക്റ്റ് നോക്കണ്ട, മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. അടുത്ത ക്രാഷും വന്നു, അടുത്ത ക്രാഷും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താക്കാം, ഹോൾഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, ഹോൾഡ് ചെയ്യാം. എവിടെ നിന്നാണ് നമുക്ക് പന്തികടി, അതായത് ഈ സാധനത്തിന് എവിടെ മിസ്റ്റേക്കുകൾ വരുന്നു അവിടെ സ്പോട്ടിൽ ഇറങ്ങാം. മാക്സിമം ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾ മാർക്കറ്റിൽ ഇരുന്നാൽ മതി. ഒരു 30 മിനിറ്റ്. ഇപ്പം നമ്മൾ വന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് ആയി, ആ സമയത്ത് എത്ര ട്രേഡാണ്? $220 പ്രോഫിറ്റ്. ഇത് നമ്മളൊരു അരമണിക്കൂർ മാക്സിമം, ഇപ്പം TP3 നോക്കണ്ട, ഒരു മണിക്കൂർ നമ്മൾ ടോട്ടൽ സ്പെൻഡ്. ആ 1 മണിക്കൂറിൽ ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് അവിടെ ഇറങ്ങാം. അന്നത്തെ ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇപ്പം രാവിലെ ഒരു 2 ടൈം ഇരിക്കാം. രാവിലെ നല്ലൊരു ടൈമാണ്, ഈവനിങ്ങും നൈറ്റൊക്കെ നല്ല ടൈമാണ്. 2 ടൈമിൽ ഗോൾഡിൽ ഇരിക്കാം. ആ സമയം ട്രേഡ് ചെയ്യാൻ നല്ലത് രാത്രി രാവിലെ ഒക്കെ നല്ല ടൈമാണ്. ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് ന്യൂസ് ടൈം ഒക്കെ എടുക്കാം. 7 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒന്നും ബാധിക്കുകയില്ല. ന്യൂസിനൊക്കെ വലിയ എൻട്രി അങ്ങോട്ട് അടിച്ചിറങ്ങും, അതിൽ കയറാൻ അങ്ങോട്ടേക്ക് നേരത്തെ വരും സിഗ്നൽ എൻട്രി നമുക്ക്. അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഇതാ ഈ സോഫ്റ്റ്വെയർ ആയിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒരു 1 വീക്ക് പേപ്പർ ട്രയലിൽ നമ്മൾ പാക്ക് ചെയ്ത് ബ്രോക്കർ MT5 മാറ്റുക. നമുക്ക് നോക്കാം, ബിനാൻസിൽ മെല്ലെ $50 ഇട്ടിട്ട് തുടങ്ങാം. $50 ഇടാം, ഒരു $2 മേക്കിംഗ്. റിയൽ അക്കൗണ്ടിൽ തന്നെ ഈ ഡെമോ അക്കൗണ്ടിലൊന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഡെമോന്ന് റിയൽ അക്കൗണ്ട് അവിടെ കളി മാറി. ഒരു 50 ഞാൻ കാര്യം പറയാമോ, ഇത് ഞാൻ MT5 നമ്മൾ റിയൽ അക്കൗണ്ട് ചെയ്തിട്ട് എനിക്ക് ലോസ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡെമോയിൽ ഇനി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തത്. ഇതിൽ ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിൽ ഡെമോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. റിയൽ ഡാറ്റയിലാണ് ഡെമോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ കോൺഫിഡന്റ് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ $50 ഒക്കെ ഇടാം, അല്ലെങ്കിൽ $10 ഇട്ടാണ് ട്രേഡ് ചെയ്യുക. ബിനാൻസിൽ $10 $1 ലോസ് വെച്ച് 10 ട്രേഡിംഗ് ഒക്കെ ചെയ്യാം. ഓക്കെ, അല്ലെ ബിനാൻസ് എങ്ങനെയാണ് എനിക്ക് ആക്റ്റീവ് ആയി അതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ ലൈവായിട്ട് നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഡയറക്റ്റ് വീടും ട്രെയിനിങ് ഉണ്ടാവും, ഓഫ്ലൈനും വരാം. ഞാൻ ഓഫ്ലൈനിൽ ക്ലാസ് വന്നോളാം. ഓക്കെ, 5 ദിവസം വന്നാൽ മതി. 5 ദിവസം അല്ല, നിങ്ങൾക്ക് ഓഫ്ലൈൻ നിങ്ങൾക്ക് ഉള്ള ബെനിഫിറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ജോയിനിങ് ആലോട് കൂടി ഫ്ലോർ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇവിടെ ഇപ്പോൾ ടീം വരുത്തുന്നുണ്ട് ഓഫ്ലൈൻ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ജോയിൻ ചെയ്യാം. 1-to-1 ആയിട്ട് ജോയിൻ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇവിടെയാണ് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ല. ഈ സ്പേസ് ഒരു ചെയർ നിങ്ങൾക്ക് ഉണ്ടാവും. 1 മന്ത് നിങ്ങൾക്ക് സ്പേസും കാര്യങ്ങളും 1 മന്ത് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയും കാര്യങ്ങൾ ആക്സസും കാര്യങ്ങളൊക്കെ ചെയ്യാം. 5 ദിവസം കൊണ്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. ഇവിടെ എന്ത് ഡൗട്ടും കൂടുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പഠിക്കുന്നവർ നിങ്ങൾക്ക് വരാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, എങ്ങനെയും ചെയ്യാം. ട്രെയിനിങ് നമുക്ക് സോഫ്റ്റ്വെയർ വന്ന് എന്താണ് നടക്കുന്നത് നേരെ ഓഫ്ലൈനിൽ വന്ന് തന്നെ എന്താക്കാം, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓഫ്ലൈൻ അതായത് ഇപ്പോൾ ഓഫ്ലൈൻ ഇതിപ്പോൾ ഓൾറെഡി നമ്മളെ ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. അതായത് ഇവിടെ നമ്മൾ സ്റ്റാഫ് ഇല്ലാത്തത്. ഇത് ട്രേഡിംഗ് ഏരിയ മാത്രമാണ് ഫ്ലോർ. അപ്പോൾ അതാണ് ഈ ഫ്ലോർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ തന്നെ വരാം. കാര്യങ്ങൾ എന്നാക്കുക, നൈസായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണതാ. ഇവിടെ ഹണ്ടിങ് ആയി നമ്മുടെ ബോക്സിൽ കാര്യങ്ങൾ മാറി, ഹണ്ടിങ് ആയി. താഴേക്ക് തന്നെയാണ്, താഴേക്ക് ഹണ്ടിങ്, ഹണ്ട് ചെയ്യാണ് മാർക്കറ്റ്. കാര്യങ്ങൾ വരാൻ തുടങ്ങി. വെയിലായിട്ട് റൈസിങ് ആയിട്ടുണ്ട്. ഇതെല്ലാം അഗ്രസീവ് ആണെങ്കിൽ മാർക്കറ്റൊക്കെ എന്താണ് ഫുള്ളി അഗ്രസീവില്ല. ഇവന്മാർ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ഏതോ ഒരു ടീം മാർക്കറ്റിൽ നിന്ന് അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതായത് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണ് കണ്ട, ഇവന്മാര് ഇറങ്ങിയ ഇതുവരെ ഈ മാർക്കറ്റ് ഇത്ര വരെ എന്താണ് സൈഡ് വേസിലാണ് കഴിഞ്ഞ 2 ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു നല്ലൊരു മൂവ്മെന്റ് ഇല്ല. ഈ ഒരു ടീം കണ്ട ഇവന്മാര് നല്ല പമ്പ് വെച്ചിട്ട് മാർക്കറ്റ് സൈഡ് വേസിൽ ഇവന്മാരാണ് ഇവിടെ ഇറങ്ങുന്നത് എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതന്നെയാണ് കാഴ്ചപ്പാടല്ല, അതന്നെയാണ് സത്യാവസ്ഥ. അതായത് 3-ാം തീയതി വന്നതാ, 20 ഓഗസ്റ്റ്
ഇന്ന് അല്ല 26-ാം തീയതി ജൂലൈ ഇത് തിങ്കളാഴ്ച വന്നതാ. ഓക്കെ, ഇത് ആ ടീം ഇതാ ഇവിടെ നിന്ന് 4 ക്രാഷ് ചെയ്യലേ. ഇത് മാർക്കറ്റ് ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻ ഇവിടെ കാണുന്നത്. ഇപ്പൊ TP1 എത്തിയില്ലേ, $255 TP1 എത്തി. അതറിയാം നമുക്ക് ഹോൾഡ് ചെയ്യാം ടെൻഷൻ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കാം. ഇപ്പൊ മാർക്കറ്റിൽ ഇല്ലാത്ത സാധാരണ ഇങ്ങനെയാണ്. ഇതാണ് മാർക്കറ്റിൽ, ഇതാണ് നടക്കുന്നത്. എന്താണ് ഫുള്ള് ബ്ലൈൻഡ്, ആൾക്കാർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. TP1 കംപ്ലീറ്റ് ആകുമ്പോൾ $316 പ്രോഫിറ്റ്. ഇത് കംപ്ലീറ്റ് ആവും, ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും. TP3 $714. ഞാനിപ്പോൾ അത് $714 വെച്ചാൽ അതിൽ കൂടുതലുണ്ട്. TP ടാർഗറ്റ് $1000 അടുത്തുണ്ടാവും പ്രോഫിറ്റ്. $800 ഇതാ, $900. TP3 വെച്ച് കഴിഞ്ഞാൽ അത് ക്രാഷാണ്. അതായത് അവിടുന്ന് മാർക്കറ്റ് കണ്ടീഷൻ മാറലായി, കംപ്ലീറ്റ്ലി മാർക്കറ്റ് സോണ് ബ്രേക്ക് ആവലായി. അതായത് ഇപ്പോൾ ഇവിടുന്ന് സോണൊക്കെ കംപ്ലീറ്റ്ലി എന്താണ്, ഇതാണ് ഇതിൻ്റെ സോണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ ബ്രേക്ക് ഇവൻ എങ്ങനെയാണ് നടക്കുന്നതെന്നില്ല. ഇതാണ് ഇതിൻ്റെ ഹയർ ഹൈ, ഈ സോണ്. ഓക്കെ, ഈ സോൺ ബ്രേക്കായി മാർക്കറ്റ്, ഈ സോൺ ബ്രേക്കായാൽ പിന്നെ ഈ സോണിലേക്ക് മാർക്കറ്റ് വരും. ട്രെൻഡ് മാറിയിട്ടില്ല. ഇത് അടുത്ത കാൻഡിലോട് കൂടി ട്രെൻഡ് മാറും. ഈ ഹയർ ലോ ലോ ഇതാണ് ഹയർ ലോ വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് ഇതും ഹയർ ലോ ആണ്. ലാസ്റ്റത്തെ ഹയർ ലോ നോക്കിയാൽ മതി. ഇതാണ് ലാസ്റ്റത്തെ ഹയർ ലോ, ഇത് ഹയർ ഹൈ. അപ്പൊ അതായത് ഇവന്മാരൊക്കെ ലാസ്റ്റ് എപ്പോഴും ലാസ്റ്റ് നോക്കാം. ഫ്രണ്ട് എപ്പോഴും നോക്കുന്നത് ഹയർ ലോ എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റത്തതാണ്. ഇതാണ് ഹയർ ലോ, ലാസ്റ്റ് ഹയർ ലോ ഈ പോയിന്റ്. അത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. ഇത് ഇതിന്റെ ഹയർ ഹൈ ഇതാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്തു, കാര്യമില്ല, ഫുള്ളി ബ്രേക്ക് ചെയ്തു. അപ്പൊ അടുത്ത മാർക്കറ്റ് ഇവിടത്തേക്ക് വരണം, സ്റ്റേബിൾ ആകാൻ വേണ്ടിട്ട്. ഈ ലോയിലേക്കാണ് പിന്നെ മാർക്കറ്റ് വരുന്നത്, അവിടേക്ക് എത്തുന്നത്. അടുപ്പ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതൊക്കെ അതുവരെയുള്ള TP2 ആക്കിയിട്ടുണ്ടാവും. അതൊക്കെ TP2 ഉണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ മാനുവലി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക് എൻഡിൽ ഏകദേശം ഒരു 500-600 മേലെ ആൾക്കാർ പണി ചെയ്യുന്നുണ്ട്. ഏത് സ്ട്രാറ്റജി കലക്കിയിട്ട് നോക്കി എല്ലാത്തിനും ഒരുമിച്ച് ഒറ്റ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് എൻഡിൽ റിയൽ ഡാറ്റയും പമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് ചെയ്യുന്ന ട്രേഡിംഗിന്റെ പാർട്ട്ണർഷിപ്പിലാണ്, ബാക്ക് എൻഡ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഈ കാര്യം ലൈവായിട്ട് TP1 ലൈവായിട്ട് കംപ്ലീറ്റ് ചെയ്തു, അടിച്ചു $350. അവിടെ ഹോൾഡ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. മാർക്കറ്റ് കണ്ടീഷൻ TP2 ഇനി TP2 എത്തണം. ഇനി ഇവിടെ നിന്ന് അടുത്ത സോൺ ഇവിടെ ക്രിയേറ്റ് ആണ്, TP2 കംപ്ലീറ്റ് ആവും. TP3 എന്ന് പറയുന്നത് ആ സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ TP3 എത്തൂ. ആ സോൺ ബ്രേക്ക് ആണ്, പക്ഷെ അത് സോൺ ഇല്ല. TP2 ആണ് അത് സേഫ് സോൺ മാർക്കറ്റ്. ഈ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവുന്നെങ്കിൽ $405 എക്സിറ്റ് ആവുന്നെങ്കിൽ എക്സിറ്റ് ആവാം, നോ പ്രോബ്ലം. അതായത് ഓരോരോ ആളെ ടാർഗറ്റ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ നമ്മൾ ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ വരും കാര്യങ്ങൾ വരും. ഇപ്പൊ എക്സിറ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല, അത്ര കണ്ടീഷനും പെട്ടെന്നൊക്കെ എക്സിറ്റ് ഒക്കെ വരും മാർക്കറ്റ്. അല്ലെങ്കിൽ എക്സോസ്റ്റ് വരുമ്പോൾ നമ്മളൊന്ന് അഗ്രസീവ് ആവാം. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്, എന്തോ സംതിങ് നടക്കാനുണ്ട്. എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സിറ്റിന്റെ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ സ്റ്റാബിൾ ആണ് കാര്യങ്ങളെല്ലാം, മേലിലേക്ക് ഇല്ല. സെറ്റ് സ്കോർ -2 ആണ്. എല്ലാം നമുക്ക് ഡൗൺ കണ്ടീഷൻ സേഫാ. ഇതിപ്പോ 100 95% സ്ട്രോങ് കൺഫർമേഷൻ കിട്ടി. എല്ലാ എൻട്രിയും എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതായത് 1 കീപ്പ് ചെയ്യുക, റിസ്ക് പോകുമ്പോ ഒന്നേ പോകും. ഒന്ന് പോയാൽ ഒന്നൊക്കെ അതായത് ആ ഒന്ന് ഇപ്പൊ ഇവിടെ റിസ്ക് ഒന്നാണെങ്കിൽ ഇവിടെ 1/1 അപ്പൊ ആ രീതിയിൽ റിസ്ക് കീപ്പ് ചെയ്ത് കളിക്കാം മാക്സിമം. നമ്മള് SL നമ്മള് പിന്നെ താഴത്തേക്ക് അറിഞ്ഞനുസരിച്ച് നമ്മൾ മാറ്റുന്നവർക്ക് മാറ്റാം. SL ഇവിടത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങനെ മാറ്റി കൊണ്ടുവരുന്ന പ്രശ്നമൊന്നുമില്ല, ചെയ്യാം. അത് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ സെറ്റ് ചെയ്ത് തരും. സെല്ല് മാറ്റി ഞാൻ ചെയ്യലുണ്ട്, ഇറക്കി കൊണ്ടുവരും. അതായത് ഇപ്പൊ TP1 എത്തിക്കഴിഞ്ഞാല് ടാർഗറ്റ് 1 എത്തിക്കഴിഞ്ഞാൽ SL ഇവിടത്തേക്ക് കൊണ്ടുപോകാം, എൻട്രിയിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ലോസ് വരില്ല, ഇല്ല, നഷ്ടമില്ല. TP1 കംപ്ലീറ്റ് ആയി ഇറങ്ങിയാണെങ്കിൽ നേരെ എന്നാക്കാം SL TP1 കൊണ്ടുവരാം. അങ്ങനെ SL എന്നാക്കാം, മാറ്റി മതി കൊണ്ടുവന്നാൽ മതി. 0.01 ആണ് ലോഡ് ചെയ്തെടുക്കുന്നത്. പക്ഷെ അതല്ല, നമുക്ക് ഗോൾഡ് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ 300 മിനിമം വേണ്ടിയല്ല. നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ
നിങ്ങൾ അതിലൊന്നും ഇപ്പം ചെയ്യേണ്ട. $50 ഇട്ടിട്ട് ബിനാൻസിൽ ഒരു മര്യാദ ചെയ്യുക. $100 ഇട്ടാൽ മതി. $100 ബിനാൻസിൽ നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാം, ഗോൾഡ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഒന്നും നിങ്ങൾ ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്ത് ഒരുപാട് ഒക്കെ നമുക്ക് ലൈവായിട്ട് ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഒക്കെ നമുക്ക് ലാസ്റ്റ് നിങ്ങൾ ഇത് സോഫ്റ്റ്വെയർ നിങ്ങൾ അതായത് ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളൊരു പുതിയ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറക്കുന്ന സമയം അത് ഫുള്ള് പ്രോപ്പറായിട്ട് എൻ്റെ ഒരു ലോങ് ഡ്രൈവ് പോകും. ഒരാൾക്ക് ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ പോകണമെങ്കിൽ ആ ഒരു പുതിയ ബൈക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കംഫർട്ടായ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് 100 കിലോമീറ്റർ നമ്മൾ റൈഡിന് പോകും. അതേപോലെ തന്നെ ഇതൊന്ന് എടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് അതിൻ്റെ ട്രാക്കൊന്ന് മനസ്സിലായി ഡൗട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ പാക്ക് ചെയ്ത് നിങ്ങളെല്ലാ ഡൗട്ടുകളും അവിടെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഓക്കെ ഗ്രീൻ സിഗ്നൽ തന്നാൽ നമുക്ക് ആ പിറ്റേന്ന് അന്ന് എന്നൊക്കെ നമുക്ക് $100 ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു റിയൽ അക്കൗണ്ടിലേക്ക് അങ്ങോട്ടേക്ക് തുടങ്ങാം. ഒരു $1 റിസ്കിൽ ഈസിയാണ്. അതിലൊക്കെ നമുക്ക് റിസ്ക് വെക്കാനൊക്കെ $1 നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം. $1 റിസ്ക് $5 പ്രോഫിറ്റ്. നിങ്ങൾക്ക് അല്ലാണ്ട് പോയിന്റ് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അതൊന്നും കോട്ടിംഗ് ഒന്നുമില്ല. $1 ലോസ് നിങ്ങൾക്ക് വെക്കാം, $5 പ്രോഫിറ്റ് വെക്കാം. ഈ MT5 നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്താ, അതായത് ഇപ്പൊ കറന്റ് സ്റ്റേജ് എന്താ, അവിടുന്ന് മൈനസിലേക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യാം. അതെ, ഞാൻ തന്നെ ഈ തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് 500 ഇപ്പോൾ TP1 കംപ്ലീറ്റ് ചെയ്തു. TP2 എന്തായാലും എത്തും, അത് ഷുവറാ. അവിടുന്ന് അങ്ങോട്ടേക്ക് അത് ബ്രേക്ക് ചെയ്താൽ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള എൻട്രി ഉണ്ട്. ക്രാഷ് തന്നെയാണ്. മാർക്കറ്റ് ഇപ്പോഴും സ്റ്റേബിൾ തന്നെയാണ്. ഞാൻ ഇന്നത്തെ ഫസ്റ്റ് എൻട്രി ആണ്, എൻട്രി എടുത്തിട്ടില്ല. ഇല്ല ഞാൻ ഇപ്പോഴും ഓഫീസിൽ ഉച്ചക്കാൻ ഇന്നലെ കൊച്ചിയിൽ എത്തിയിട്ട് കുറച്ച് ലേറ്റ് ആയി. ഇന്നിപ്പോൾ ഓഫീസിൽ എത്തിയതാണ്. അപ്പൊ ഇങ്ങനെ ലൈവായിട്ട് എടുത്തൊരു എൻട്രിയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാനൊന്നുമില്ല. സിസ്റ്റം തുറന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എൻട്രി എടുക്കാതെ. എനിക്കെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് ലോസ് വന്നിട്ട് എനിക്ക് ഇതിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഇതിൽ നല്ല ഓപ്ഷൻ ഉണ്ട്. ലോസ് എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് അക്കൗണ്ട് ബ്രോക്കറും കാര്യമൊക്കെ നമുക്ക് പറഞ്ഞാൽ അതൊക്കെ സെക്ഷനിൽ വരുന്നതാണ്. കുറെ ബാക്ക് എൻഡിൽ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതില് പ്രോഫിറ്റ് ആയിക്കാൻ വിഡ്രോ ചെയ്യലും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് എമൗണ്ട് എടുക്കുന്നത് പോലെ എമൗണ്ട് എടുക്കാൻ പറ്റുമോ? ബാങ്കിൽ നിന്ന് വിഡ്രോ ഞാൻ സൗദി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവിടുത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മതി. അവിടെ ഓപ്പൺ ചെയ്യാൻ എങ്ങനെ ബാങ്ക് അക്കൗണ്ടോ? അല്ല, അവിടെ ബിനാൻസ് അവിടെ നിന്ന് ഓപ്പൺ ആക്കാം. അവിടുത്തെ ID വെച്ചിട്ട് ടാക്സ് പ്രശ്നം വരില്ല. അവിടുത്തെ സൗദി ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ചെയ്യും. അതൊന്നും നിങ്ങളുടെ ദുബായിലുള്ള പോലെ എമിറേറ്റ്സ് കാർഡ് അത് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഓപ്പൺ. പിന്നെ അവിടെ പ്രശ്നമില്ല. പക്ഷെ അതിലെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് വിഡ്രോയിലും കാര്യങ്ങളൊക്കെ തന്നെ മതി. അവിടുത്തെ ബാങ്ക് മതി, ഒരു പ്രശ്നമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ USD നേരെ സൗദി റിയലായിട്ട് കൺവേർട്ട് ചെയ്ത് തൽക്കാലം $1 ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് വേണം. നമ്മളെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ തന്നെ ഇപ്പൊ നമുക്ക് USD തന്നു. ഇപ്പൊ എനിക്ക് $1000 USD തന്നെ അത് തരും. നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടത് നമ്മൾ തരും.